അയോധ്യ രാമക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച സംഭാവനയിൽ തിരിമറി നടന്നിട്ടില്ലെന്ന് സ്വതന്ത്ര ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവരികയാണ്. ട്രസ്റ്റിന് ലഭിച്ച 3300 കോടി രൂപയും സുരക്ഷിതം എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതേസമയം ക്ഷേത്രത്തിലേക്ക് ലഭിച്ച കാണിക്കപ്പണം അത് എണ്ണുന്നതിനിടയിൽ മോഷ്ടിച്ചവർക്കെതിരായി അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. ശബരിമലയിലൊക്കെ ഞാൻ 10-15 കൊല്ലം ജോലി ചെയ്തതാണ്. അപ്പോൾ മാധ്യമപ്രവർത്തകനായി ജോലി ചെയ്യുമ്പോൾ അവിടെ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമായ കാര്യം, ഈ എണ്ണുന്നതിനിടയിൽ പണം ഈ രീതിയിൽ അടിച്ചു കൊണ്ടുപോകുന്നവരെ കണ്ടിട്ടുണ്ട്. അത് എത്ര തടയാൻ ശ്രമിച്ചാലും അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെയൊരു കേസിനെയാണ് സംഭാവന തട്ടിപ്പ് എന്ന് പറഞ്ഞ് അവതരിപ്പിച്ച് 82 വയസ്സുള്ള സ്വജീവിതം രാമന് വേണ്ടി ഉഴിഞ്ഞുവെച്ച ഒരു മനുഷ്യനെ, ചമ്പത്രായിയെ അപമാനിച്ചിറക്കി വിടാൻ ശ്രമിച്ചത്. വാർത്തയിലേക്ക്. അയോധ്യ രാമക്ഷേത്ര ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് ഉയർന്ന സാമ്പത്തിക തിരിമറി ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സ്വതന്ത്ര ഓഡിറ്റർമാർ നൽകിയ ഓഡിറ്റ് റിപ്പോർട്ടിൽ ക്ഷേത്ര ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നു. സാമ്പത്തിക ക്രമക്കേട് നടന്നു എന്ന ആരോപണം ഓഡിറ്റ് റിപ്പോർട്ട് തള്ളിക്കളയുന്നു. സംഭാവനയായി ലഭിച്ചതടക്കമുള്ള 3300 കോടി രൂപയുടെ കണക്കുകൾ പൂർണ്ണമായും വ്യക്തമാണെന്നും അഴിമതി നടന്നിട്ടില്ലെന്നും ഓഡിറ്റ് റിപ്പോർട്ട് സ്ഥിരീകരിക്കുന്നു. ട്രസ്റ്റിന് ലഭിച്ച സംഭാവനയടക്കം മോഷ്ടിക്കപ്പെട്ടു എന്ന ആരോപണമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഉയർന്നത്. എന്നാൽ ഓഡിറ്റ് റിപ്പോർട്ട് ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകളടക്കം സുരക്ഷിതമാണെന്ന് വ്യക്തമാക്കുന്നു. അതേസമയം ക്ഷേത്രത്തിലെ കാണിക്ക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശ് സർക്കാർ പ്രഖ്യാപിച്ച SIT അന്വേഷണം തുടരുകയാണ്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയിട്ടുണ്ട്. ജനം, ഡൽഹി.